കേരള മുസ്ലിം ജമാഅത്ത് വളാഞ്ചേരി സോൺ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ആദർശ സമ്മേളനം മെയ് 9-ാം തീയതി വളാഞ്ചേരി ബസ് സ്റ്റാൻഡിലുള്ള കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടക്കാം. അപ്പോൾ അതിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യാം. കേരള മുസ്ലിം ജമാഅത്തിൻ്റെ ആശയത്തിൽ പോഷകടങ്ങളായ SYS, SSF ഒക്കെ കൂട്ടായിട്ട് സംഘകുടുംബം ഒന്നിച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങളിലും കൂട്ടായ്മയിലും എല്ലാം പങ്കുചേരുന്നു. സമസ്തകളുടെ ജമിയത്തുൽ ഉലമ 1926 രൂപീകൃതമായി. അതിന് പ്രത്യേക സാഹചര്യം ഉണ്ടായത് ഈ വിദൈ പ്രസ്ഥാനക്കാർ അതുവരെ പാരമ്പര്യമായി അനുഷ്ഠിച്ചു വരുന്ന വിശ്വാസവും ആചാരവും തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ പൊതുസമൂഹത്തിനിടയിൽ അവതരിപ്പിച്ചപ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നുള്ള വലിയ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അന്നത്തെ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ അരക്കൽമുല്ല തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന പണ്ഡിതന്മാരുടെ യോഗത്തിൽ വെച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് രൂപം നൽകിയത്. അതിൻ്റെ അതേ ആശയത്തിൽ മുൻഗാമികളെ പിന്തുടർന്നുകൊണ്ട് പ്രവർത്തന പാതയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് 10 വർഷം മുമ്പ് രൂപീകരിക്കപ്പെട്ട കേരള മുസ്ലിം ജമാഅത്ത്. ഇതിൻ്റെ പോഷകഘടകങ്ങളായിട്ട് സമസ്ത കേരള സുന്നി യുവജന സംഘം, കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ, SSF ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സെന്റിനറിയാണ് 2026 നടക്കുന്നത്. 1926 രൂപീകൃതമായ സമസ്തയുടെ സെന്റിനറി അടുത്ത വർഷം നടക്കുന്ന അതിന് മുന്നോടിയായിട്ടാണ് 10ാം വാർഷികം ആഘോഷിക്കുന്ന കേരള മുസ്ലിം ജമാഅത്തിൻ്റെ വിവിധ പ്രവർത്തന പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ആദർശ ക്യാമ്പയിൻ കേരളത്തിലെയും നീലഗിരി ജില്ലയിലും എല്ലാ സോണുകളിലും 130ഓളം സോണുകളിൽ ആദർശ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് വളാഞ്ചേരിയിലും അതിൻ്റെ സോൺ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദർശ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. കേരളത്തിലെ 4 പ്രമുഖ മുഷാവറ അംഗങ്ങൾ, സമസ്തയിലെ മുഷാവറ അംഗങ്ങൾ നേതൃത്വം നൽകുന്ന സംഘമാണ്, ടീമുകളാണ് ഈ ആദർശ സമ്മേളനത്തിന് നേതൃത്വം നൽകുന്നത്. ബഹുമാന്യരായ ഉസ്താദ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, സി മുഹമ്മദ് ഫൈസി, പാരാമംഗല അബ്ദുറഹ്മാൻ ഫൈസി, കൊമ്പം മുഹമ്മദ് മുസ്ലിയാർ, ഇവരുടെ 4 പേരുടെ നേതൃത്വത്തിലാണുള്ളത്. കൊമ്പം മുഹമ്മദ് മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള ടീമാണ് നമ്മുടെ വളാഞ്ചേരിയിൽ എത്തുന്നത്. അവിടെ കൂടെ പ്രമുഖ മുഖാമുഖത്തിലും മറ്റും തിളങ്ങി നിൽക്കുന്ന സമസ്ത മുഷാവറ മെമ്പർ, സമസ്ത ജില്ലാ സെക്രട്ടറി കൂടിയായ അലവി സഖാഫി കൊളത്തൂര്, അൻവർ സാദത്ത് സഅദി അൽ അർഷദി നടുവട്ടം, അബ്ദുസലാം സഖാഫി തൂവക്കാട് തുടങ്ങിയവരും 5 മണിക്ക് പൊതുപ്രഭാഷണം SYSൻ്റെ ഈസ്റ്റ് ജില്ലാ സാരഥി അബ്ദുറഹീം മാസ്റ്റർ കരിവള്ളി പ്രഭാഷണം നടത്തും. കോർഡിനേറ്റർ മുസ്തഫ മാസ്റ്റർ കോടൂര് എല്ലാം നിയന്ത്രിക്കും. അപ്പോൾ ഇതിലേക്ക് എല്ലാവരെയും ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. ഇതിൽ ഭാഗവാക്കളായിട്ട് സംഘടനയുടെ വിവിധ പ്രതിനിധികളും നേതാക്കന്മാരും ഉണ്ട്. ഇത് 5 മണിക്ക് ഈ സമ്മേളനത്തിന് തുടക്കം കുറിക്കും. അതിൽ സയ്യിദ് ഇമ്പിച്ചിപ്പാൽ തങ്ങൾ കാർത്തല പ്രാർത്ഥന നടത്തും. സോൺ പ്രസിഡന്റ് അബ്ദുസലാം അഹ്സനി പകരന്നല്ലൂര് അധ്യക്ഷത വഹിക്കും. ജില്ലാ ഉപാധ്യക്ഷനും സംഘം ചെയർമാനുമായിട്ടുള്ള PSK ദാരിമി ഉസ്താദ് ഉദ്ഘാടനം ചെയ്യും. സോൺ സെക്രട്ടറി മുഹമ്മദ് മാഷ് പുറമണ്ണൂര് സ്വാഗതവും, സ്വസംഘം കൺവീനർ ഉബൈദുള്ള ഹാജി നന്ദിയും രേഖപ്പെടുത്തും. ഇത് സാന്നിധ്യമായിട്ട് നമ്മുടെ സംഘടനയുടെ വിവിധ മേഖലയിലുള്ള അബ്ദുള്ള കോയ തങ്ങൾ കുളമംഗലം, അബ്ദുൾ റഷീദ് ബാക്കവി, അബ്ദുൽ കരീം ഹാജി, SYSൻ്റെ ജില്ലാ സെക്രട്ടറി, വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മുനീർ പാടൂര്,
ഈ സോണിൻ്റെ മെൻറ്റർ കൂടിയായിട്ടുള്ള കുഞ്ഞു കുണ്ടിലങ്ങാടി, SSF വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അഫ്സൽ, SYS സോൺ പ്രസിഡന്റ് ഷിയാബ് സാദി, സെക്രട്ടറി കുഞ്ഞീദ് മാസ്റ്റർ, SSF ഡിവിഷൻ പ്രസിഡന്റ് സലാഹുദ്ദീൻ സക്കാഫി, സെക്രട്ടറി വഹാബ് സക്കാഫി, SMA ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഗഫൂർ മാഷ് തുടങ്ങിയവരെല്ലാം സംബന്ധിക്കും. സംഘകുടുംബം കൂട്ടായി നടത്തുന്ന ഒരു പരിപാടിയാണിത്. മുസ്ലിം ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ 18 വയസ്സ് പൂർത്തിയായ SSFകാരടക്കമുള്ള മുഴുവൻ SYSകാരും ഈ മുസ്ലിം ജമാഅത്തിൻ്റെ ജനറൽ ബോഡി മെമ്പർമാരാണ്. എന്നാൽ പ്രവർത്തന സൗകര്യാർത്ഥം 45 വയസ്സ് പിന്നിട്ടവരാണ് ഇതിൻ്റെ ഭരണസമിതിയിലുള്ളത്. എന്നാൽ സംഘകുടുംബത്തിൻ്റെ മുഴുവൻ പങ്കാളിത്തം ഉൾപ്പെടുന്ന ഇതിൻ്റെ പുതുമുഖമാണ് സമൂഹത്തിൻ്റെ മുമ്പുള്ള സമസ്തകളുടെ ജമീഅത്തുൽ ഉലമ നിർദ്ദേശിക്കുന്ന ആശയാദർശങ്ങൾ നടപ്പിൽ വരുത്തുന്ന പുതുമുഖമാണ് കേരള മുസ്ലിം ജമാഅത്ത് എന്നുള്ളത്. മുസ്ലിം ജമാഅത്തിൻ്റെയും സമസ്തയുടെയും ആശയം ഒന്ന് തന്നെയാണ്. നമ്മുടെ ആശയം നിയമത്തിൽ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ട് ആവശ്യമായ കാര്യങ്ങളിൽ ഇടപെടുകയും അതുപോലെ നിയമപരമായും സമാധാനപരമായും കാര്യങ്ങൾ നോക്കിക്കാണുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ് സമസ്തകളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കേരള മുസ്ലിം ജമാഅത്തും SYSഉം SSFുമെല്ലാം. സാന്ത്വന പ്രവർത്തനങ്ങളിലൊക്കെ ധാരാളം മാതൃകകൾ കാഴ്ചവെച്ചിട്ടുള്ള സംഘടനയാണ് കേരള മുസ്ലിം ജമാഅത്തും SYSഒക്കെ. അപ്പോൾ കഴിഞ്ഞ വയനാട് ദുരന്തത്തിലൊക്കെ SYSന്റെ കീഴിലുള്ള സാന്ത്വനം ഗ്രൂപ്പ് അനുഷ്ഠിച്ച ധാരാളം പ്രവർത്തനങ്ങൾ മന്ത്രിമാരടക്കം പ്രശംസിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ സമൂഹത്തിന് ഗുണകരമായ വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കേരള മുസ്ലിം ജമാഅത്തും അതിൻ്റെ പോഷക സംഘടനകളും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്.